സ്പെഷ്യലാക്കിയാലോ? Hello everyone, welcome to my YouTube channel, Shyamraj Paramal. ഇന്ന് ഞാനുള്ളത് ഷീബാൻഡിന്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഇഷ്ടവും നെയ്ച്ചോറുമാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. നെയ്ച്ചോറ് റെഡിയാക്കണ്ടേ? എത്ര ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വാങ്ങിയത് 1.5 കിലോ നെയ്ച്ചോറിലായിരിക്കും. അപ്പൊ അതിലേക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണം? 15-16 ഗ്ലാസ് വെള്ളം വേണം. അപ്പൊ നമ്മളിവിടെ വെള്ളം എടുത്തിരിക്കുകയാണ്. അപ്പൊ എത്ര ഗ്ലാസ് വെള്ളം എടുത്ത്? അതിന്റെ ഇരട്ടി 7 ഗ്ലാസ് അരി ഉണ്ടാവും അല്ലേ? അപ്പൊ 15 കുറച്ചും കൂടി. പിന്നെ അടുത്തെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ വെള്ളം തിളയ്ക്കണം. അതിനുശേഷമാണ് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ആദ്യം നമുക്ക് അരി നന്നായി കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇതിലെ വെള്ളം മുഴുവനായിട്ട് വാർത്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് കുറച്ചു നേരം സമയം വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും വലിയ പാത്രം വേണമല്ലേ നമ്മളെ ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനിയിപ്പോ അതിന് അടുത്തത് നമ്മള് നെയ്യും വെളിച്ചെണ്ണ അല്ലേ? ഇവിടെ നമ്മള് എടുത്തിരിക്കുന്നത് മിൽമ നെയ്യാണ്. ഇതിന്റെ അകത്ത് ഇത് 2 സ്പൂൺ വേണ്ടി അല്ലേ? ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതില് 2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലേ? അപ്പൊ അത് ഒരുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഇതിപ്പോ വെളിച്ചെണ്ണയല്ലേ അത്? അപ്പൊ അതിന് ഏകദേശം നമ്മളൊരു കൈക്കണക്കല്ലേ? ഇനി അടുത്തതായിട്ട് മുന്തിരി വാട്ടിയെടുക്കാം. മുന്തിരി നല്ല ഇങ്ങനെ റൗണ്ട് ആയിട്ട് നല്ല ഇതായി വരുമല്ലോ അല്ലേ? ഞാനത് മുമ്പേ അണ്ടിപ്പരിപ്പ് അല്ലേ? അണ്ടിപ്പരിപ്പ് വാട്ടിയെടുക്കാം. ഇപ്പൊ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ടില്ല അല്ലേ? ചെറിയൊരു കളർ ചേഞ്ച് ചെയ്തു. ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി അല്ലേ? ഏകദേശം എത്ര ഉള്ളി വേണ്ടി വരും? 2 ഉള്ളി. നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. പിന്നെ നമ്മൾ അതിലേക്ക് നെയ്ച്ചോറിനകത്തേക്കുള്ള കുറച്ചുകൂടെ വിളിച്ചു. അപ്പം നമ്മളെ ഉള്ളി ഇവിടെ നല്ല ക്രിസ്പി രൂപത്തിലായിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക്
അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ വാർത്ത് വെച്ച അരി മുഴുവനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ സ്ഥിതി ഇപ്പോ? കുറച്ചുകൂടെ വേണ്ടല്ലേ? അടുത്തതായിട്ട് നമുക്ക് അല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ചിക്കൻ ഇസ്റ്റു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. ഇവിടെ നമ്മൾ ആദ്യം കൈകൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യം ചെയ്യുന്നതിന് ഒന്നാം പാലെന്നും രണ്ടാമത് ചെയ്യുന്നതിന് രണ്ടാം പാലെന്നാണ് നമ്മൾ പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് പാലുണ്ടാക്കിയിരിക്കുകയാണ്. രണ്ടാം പാൽ. അടുത്തതായി നമുക്ക് ചിക്കൻ നന്നായി കഴുകിയെടുക്കാം. എന്താണത്? ഇങ്ങനെയാണോ? നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. മോളെ, ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാ, കുടിച്ചോളൂ. ഇത് അടി പിടിക്കും. ഇത് അടി പിടിക്കുന്നു ഞാൻ പറഞ്ഞ ചളിയായിട്ട് വേണം ഞാൻ ഇതാക്കാൻ. ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ ഉരുളക്കിഴങ്ങ് ഇടാനായില്ലേ വാടിയിട്ട്. അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും ചിക്കനും ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കറേ. നന്നായിട്ട് ഇറക്കി എടുക്കല്ലേ. അതിലേക്ക് രണ്ടാം പാല ചേർത്തുണ്ട് അല്ലേ.
നമ്മൾ ഫസ്റ്റ് പാൽ എന്തിനൊക്കെ എപ്പോഴാണ് ഒഴിപ്പിക്കുക? വെന്തിട്ട് ഫസ്റ്റ് പാലാത്തുള്ളൂ. മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ച് ചാച്ച വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, കുരുമുളക് പൊടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇടുന്ന സീൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ ഇറച്ചി ചേർക്കുന്നതിന്റെ കൂടെ ആണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില എന്നിവ ഇതിലിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ചിക്കൻ ആയിട്ടുണ്ടല്ലേ? ഒന്നാം പാല്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ സ്റ്റൂ കൂടെ പൂർത്തീകരിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.